നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയിൽ ഒരാൾക്ക് എങ്ങനെ അംഗത്വം എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് പാളയത്താണ്. 1829 സ്വാതിരുനാൾ മഹാരാജാവാണ് ഈ ലൈബ്രറി സ്ഥാപിച്ചത്. 1898 വരെ ഇത് സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമായിരുന്നു. 1898 ഇത് സാധാരണ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞത്. അന്നു മുതൽ ഇത് തിരുവനന്തപുരം പീപ്പിൾസ് ലൈബ്രറി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. 1900 ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് ഇന്ന് ഈ കാണുന്ന മനോഹരമായ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നേതൃത്വം നൽകിയത്. 1958 ഇത് സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയിൽ പുസ്തകങ്ങളുടെ വിപുലമായ ശേഖരമാണുള്ളത്. മലയാളം വിഭാഗം, ഇംഗ്ലീഷ് വിഭാഗത്തിൽ തന്നെ നേരത്തെ ബ്രിട്ടീഷ് ലൈബ്രറി തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചിരുന്നു. ആ ബ്രിട്ടീഷ് ലൈബ്രറി ചില സാങ്കേതിക കാരണങ്ങളാൽ അതിൻ്റെ പ്രവർത്തനം അവസാനിച്ചപ്പോൾ ആ ബുക്കുകളുടെ ശേഖരം കൂടി ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ലൈബ്രറിയിലാണ്. അങ്ങനെ മലയാളം, ഇംഗ്ലീഷ്, അതേപോലെ തമിഴ്, കന്നഡ, അങ്ങനെ പല വിഭാഗങ്ങളായിട്ട് ധാരാളം പുസ്തകങ്ങൾ സെൻട്രൽ ലൈബ്രറിയിലുണ്ട്. അതുപോലെ പീരിയോഡിക്കൽസ് സെൻട്രൽ ലൈബ്രറിയിൽ, അതേപോലെ പുസ്തകങ്ങൾ വായിക്കുന്നതിന് മാത്രമല്ല അവിടെ പീരിയോഡിക്കൽസ് ആയിരുന്നാലും പത്രങ്ങൾ വായിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സൗകര്യങ്ങളുണ്ട്. അത് എ ക്ലാസ് മെമ്പർഷിപ്പിനും ബി ക്ലാസ് മെമ്പർഷിപ്പിനും പ്രത്യേക ഇരിപ്പിടങ്ങളുണ്ട്. അതുപോലെ സി ക്ലാസ് മെമ്പർഷിപ്പിനും ഡി ക്ലാസ് മെമ്പർഷിപ്പിനും മെമ്പർഷിപ്പ് ഇല്ലാത്തവർക്കും വേണ്ടി അവിടെ പുസ്തകങ്ങൾ വായിക്കുന്നതിനും അതേപോലെ പീരിയോഡിക്കൽസ് വായിക്കുന്നതിനും പത്രങ്ങൾ വായിക്കുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്ക് ഈ മെമ്പർഷിപ്പ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. അതിനൊരു മെമ്പർഷിപ്പ് ഫോം നമുക്ക് അവൈലബിൾ ആണ്. ഈ മെമ്പർഷിപ്പ് ഫോമിൽ നമുക്ക് ചില കാര്യങ്ങൾ പൂരിപ്പിച്ച് നൽകേണ്ടതുണ്ട്. അതിൽ ആദ്യം മെമ്പർഷിപ്പ് എടുക്കേണ്ട ആളിൻ്റെ പേര്, അത് ബ്ലോക്ക് ലെറ്ററിൽ പൂരിപ്പിക്കണം. അതിൽ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അതേപോലെ അയാളുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ പേര്, അയാൾ മാരീഡ് ആണെങ്കിൽ ആ വിവരം, അയാൾ സ്പൗസിൻ്റെ വിവരങ്ങൾ, അതിൽ അയാളുടെ സ്ഥിര മേൽവിലാസം, അയാളുടെ വില്ലേജ്, താലൂക്ക്, അയാളുടെ നിലവിലുള്ള അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ആധാർ നമ്പർ, അൺഎംപ്ലോയിഡ് ആണോ അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആണോ ആ വിവരങ്ങൾ, അതേപോലെ ജോലി ഉണ്ടെങ്കിൽ ആ വിവരം, ജോലി ചെയ്യുന്ന ഓഫീസിൻ്റെ മേൽവിലാസം, നേരത്തെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ മെമ്പർഷിപ്പ് നമ്പർ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡിക്ലറേഷൻ. ആ ഡിക്ലറേഷൻ നമുക്ക് ഐ ഡിക്ലെയർ ടു ബിക്കം എ മെമ്പർ എന്ന് തുടങ്ങി അത് എഴുതി അതിൻ്റെ ഒരു നിശ്ചിത തുക ഡിപ്പോസിറ്റായിട്ട്, മെമ്പർഷിപ്പിന് ഡിപ്പോസിറ്റ് തുക അടയ്ക്കേണ്ടതുണ്ട്. എത്ര രൂപയാണെന്നുള്ള കാര്യം അത് ഫില്ല് ചെയ്ത് ഒപ്പിട്ട് കൊടുക്കണം. സാധാരണഗതിയിൽ പബ്ലിക് ലൈബ്രറിയിൽ 4 തരത്തിലുള്ള മെമ്പർഷിപ്പാണ് ഉള്ളത്. എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ്, ഡി ക്ലാസ്. എ ക്ലാസ്സിന് 400 രൂപ, ബി ക്ലാസ്സിന് 300, സി ക്ലാസ്സിന് 200, ഡി ക്ലാസ്സിന് 100. എ ക്ലാസ് മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ 5 ബുക്കും 2 പീരിയോഡിക്കൽസും എടുക്കാം. ബി ക്ലാസ്സിനാണെങ്കിൽ 3 ബുക്കുകളും 2 പീരിയോഡിക്കൽസും, സി ക്ലാസ്സിനാണെങ്കിൽ 2 ബുക്കുകളും 1 പീരിയോഡിക്കലും, ഡി ക്ലാസ്സിനാണെങ്കിൽ 1 ബുക്കും 1 പീരിയോഡിക്കൽ. ഇത് കൂടാതെ റീസെൻ്റായിട്ട് ഇ ക്ലാസ് മെമ്പർഷിപ്പ് അനുവദിക്കുന്നുണ്ട്. ഇ ക്ലാസ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് കേരളത്തിൽ ജോലിയെടുക്കുന്ന സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിന് വേണ്ടിയുള്ളതാണ്. അത് 1500 രൂപയാണ്. 3 ബുക്കുകളും 2 പീരിയോഡിക്കൽസിന് അവർക്ക് എടുക്കാൻ കഴിയും. ഇതാണ് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ്റെ ഒന്നാമത്തെ പേജിലുള്ളത്. രണ്ടാമത്തെ പേജിലാണെങ്കിൽ ഇതിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുന്നതിൻ്റെ മിനിമം പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സുണ്ട്. 18 വയസ്സ് പൂർത്തിയാകാത്ത കുട്ടികൾക്ക്, അത് സ്റ്റുഡൻസിനും ഒക്കെ അവരുടെ രക്ഷിതാക്കൾ സത്യവാങ്മൂലം കൊടുക്കണം, ഒപ്പിട്ട് കൊടുക്കണം. അതേപോലെ അവിടെ സ്കൂളിലാണോ കോളേജിലാണോ പഠിക്കുന്നത് അതിൻ്റെ ഐഡൻറ്റിറ്റി കാർഡും പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഇത് കൂടാതെ ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ കൊടുക്കേണ്ട രേഖ എന്ന് പറയുന്നത് ഇലക്ട്രൽ ID അല്ലെങ്കിൽ പാസ്പോർട്ട്, അതല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, അതല്ലെങ്കിൽ ആധാർ കാർഡ്, അല്ലെങ്കിൽ SLC. ഇതിൻ്റെ ഏതെങ്കിലും ഒരു രേഖയും ഒറിജിനലും അതിൻ്റെ ഫോട്ടോ കോപ്പിയുമാണ്. കൂടാതെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതിൻ്റെ ആപ്ലിക്കേഷനിൽ മുൻപേജിൽ ഒട്ടിക്കണം, ഒരെണ്ണം കൊണ്ടുപോകണം. അതുപോലെ ഈ പറയുന്ന ഡിപ്പോസിറ്റ് എമൗണ്ട് 400, 300 അല്ലെങ്കിൽ 200, 100 ഏതാണെന്ന് വെച്ചാൽ അത് ക്യാഷായിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ പേ ആയിട്ട് അവിടെ അടയ്ക്കാവുന്നതാണ്. അതിൻ്റെ ഓഫീസ് സമയം എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ 2 മണി വരെയും, ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ 8 മണി വരെയും, ഞായറാഴ്ചകളിലാണെങ്കിൽ 8 മണി മുതൽ 2 മണി വരെയാണ്. ഞായറാഴ്ചകൾ പ്രവർത്തന ദിവസങ്ങളാണ്. എന്നാൽ സെക്കൻഡ് സാറ്റർഡേ മറ്റ് അവധി ദിവസങ്ങളിൽ ലൈബ്രറി പ്രവർത്തിക്കുന്നതല്ല. ഇതിൻ്റെ ക്യാഷ് കൊടുക്കേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ 1:45 വരെയും,
ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ 7:45 വരെയും ഞായറാഴ്ചകളിലാണെങ്കിൽ 8 മണി മുതൽ 1:45 വരെയാണ്. ഈ ബുക്ക് എടുക്കുന്നതിന് ബുക്ക് എടുത്താൽ അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 1 മാസമാണ്. 1 മാസം നമുക്ക് വായിക്കാനായിട്ടുള്ള സമയപരിധിയുണ്ട്. 1 മാസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ വീണ്ടും 1 മാസം കൂടെ റിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോഴും നമ്മൾ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല, 1 മാസം കഴിഞ്ഞ് വീണ്ടും ഇത് വായിച്ച് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് ₹1 ഫൈൻ ചാർജ് ചെയ്യുന്നതാണ്. അതേപോലെ ഇതിൻ്റെ മെമ്പർഷിപ്പ് നമുക്ക് കിട്ടുന്ന ID കാർഡ് കളഞ്ഞു പോവുകയാണെങ്കിൽ അതിന് ₹50 ഫൈൻ കൊടുക്കണം, ₹25 അതിന് ചാർജും ചെയ്യുന്നതാണ്. അതേപോലെ വളരെ പ്രശസ്തമായ ബുക്കുകൾ നമുക്ക് നേരത്തെ ഇവിടെ മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന ബുക്കുകൾ 1 മാസം മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ, 1 മാസം മാത്രമേ കൈവശം വയ്ക്കാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അത് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് ഫൈൻ ഈടാക്കുന്നതാണ്. അങ്ങനെ മെമ്പർഷിപ്പ് നമുക്ക് വളരെ ലഘുവായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറിയിൽ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി എന്ന് പറയുന്ന പബ്ലിക് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. ഈ മെമ്പർഷിപ്പ് എടുക്കുന്ന കാര്യത്തിനെക്കുറിച്ച് ഒരുപാട് പേർക്ക് അറിയില്ല. അങ്ങനെ അറിവ് ഇല്ലാത്തവർക്ക് വേണ്ടി അത് അറിയുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.